ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഗാഡയിലെ മൗണ്ടൻ പ്രവിശ്യയിലെ എക്കോ വാലിയിൽ സ്ഥിതി ചെയ്യുന്ന തൂക്കിയിട്ട ശവപ്പെട്ടികൾ കാണാനാണ് പോകുന്നത് കേട്ടോ. ഹാങ്ങിങ് കോഫിൻസ്, ശവപ്പെട്ടികൾ. അപ്പം ഇതൊരു പാറക്കെട്ടിൽ ആണിയടിച്ച് കെട്ടി തൂക്കിയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിവിടുത്തെ സഗാഡയിലെ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ആചാര രീതിയായിരുന്നു പണ്ട് കാലത്തെ. അപ്പോൾ ഇത് പണ്ട് കാലത്ത് മരണപ്പെടുന്നവരെല്ലാം എന്ത് ചെയ്യും, അവരെ ഈ പെട്ടിയിലാക്കിയിട്ട് ഈ ഒരു വലിയ പാറക്കെട്ടുണ്ട്, ആ പാറക്കെട്ടിൽ ആണിയടിച്ചിട്ട് അതിൽ ഫിക്സ് ചെയ്ത് വെക്കുകയോ കെട്ടി നിർത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിന് കുറേ ആചാരങ്ങളും അവരുടെ രീതികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്റ്റീവ് ഏരിയയാണ് കേട്ടോ അത്. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ വരുന്നവർക്കൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു മെയിൻ സ്ഥലം കൂടിയാണ് ഈ ഹാങ്ങിങ് കോഫിൻസ് സ്ഥിതി ചെയ്യുന്ന എക്കോ വാലിയിലെ സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് സഗാഡയിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാണ് കേട്ടോ. ദ ചർച്ച് ഓഫ് സെൻറ്റ് മേരീസ് ദ വെർജിൻ എന്നാണ് ഇതിൻ്റെ പേര്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സഗാഡയിലെത്തിയ അമേരിക്കൻ ആംഗ്ലിക്കൻ സ്ഥാപിച്ച ഒരു ചർച്ച് കൂടിയാണിത്. ഇത് സഗാഡയിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസ്കോപ്പൽ ചർച്ചാണ് കേട്ടോ. 1904 ഇത് പണിയെഴുപ്പിക്കുന്നത്. കണ്ട് ഇതിൻ്റെ ഡോറൊക്കെ കണ്ടോ, ഒരു ആർച്ച് പോലെയൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഫുള്ള് കരിങ്കല്ലാണ് കേട്ടോ. ഈ സൈഡെല്ലാം കണ്ടോ, ഇതെല്ലാം കരിങ്കല്ലാണ്. നമ്മൾ ഈ കയറി വരുന്നിടത്തെല്ലാം എന്താ പറയുന്നത്, ചെയറിന് പകരം അവർ ബെഞ്ചാണ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, പഴയ മോഡലിലാണ് അവർ ഈ ചർച്ചെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയാണ്, നല്ല ക്ലീനാണ് കണ്ടോ ചർച്ചൊക്കെ. അവരെന്ത് വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്ന നോക്കി. കണ്ടോ, ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഈ പള്ളിയുടെ കീഴിലുള്ള ഒരു സെമിത്തേരിയാണ് കേട്ടോ. കാൽവരി ഹിൽ സെമിത്തേരി എന്നാണ് ഇതിന് പറയുന്നത്. ഈ സെമിത്തേരിയിലൂടെ വേണം നടന്ന് നമുക്ക് ഹാങ്ങിങ് കോഫിൻസ്, അതായത് തൂക്കിയിട്ടിരിക്കുന്ന ശവക്കല്ലറകൾ കാണാൻ വേണ്ടി നമുക്ക് പോകാനുള്ളത്. ഏകദേശം അരമണിക്കൂർ നടന്ന് വേണം ഈ തൂക്കിയിട്ടിരിക്കുന്ന ശവക്കല്ലറയുടെ അടുത്തെത്തുവാൻ. ഇതൊരു ചെറിയ വഴിയാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് നടന്ന് താഴെ അങ്ങ് പോകാൻ വേണ്ടി. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള ചില കല്ലറകളൊക്കെ നമ്മുടെ ബോക്സ് മോഡലിലൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം വലിയ കുഴിയാണ് കേട്ടോ. ഉണ്ടായത് നമുക്ക് നടന്നു പോകുന്നതിന് വേണ്ടി സൈഡിലെ ഹാൻഡ് റെയിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറേ പടിയുണ്ടല്ലോ, പക്ഷെ നല്ല വ്യൂ ആണ്. ഒരു മലയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങിപ്പോരുന്നത് കേട്ടോ. സൈഡിൽ ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകാർ വന്ന് കണ്ടിട്ട് പോകുന്ന സ്ഥലമായത്. സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പ് മൊത്തം ഇറങ്ങി വേണം നമുക്ക് അങ്ങ് താഴെ എത്താൻ വേണ്ടി. ഇവിടെ ക്ലൈംബിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. 500+ ആയിരിക്കണ്ടോ ക്ലൈംബിങ്. ഇവിടെ നിന്ന് ഇനിയുണ്ട്, കുറേ ദൂരം നടക്കാനുണ്ട്. അയ്യോ, പടിയൊക്കെ ഇറങ്ങി വേണം പോകാൻ മൊത്തം. തിരിച്ചു കയറുമ്പോൾ ഇതിനേക്കാളും പാടായിരിക്കുമല്ലോ ഇനിയിപ്പോൾ. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് എന്താ പറയുക, ഫിലിപ്പീൻസിൽ വന്ന് സഗാഡയിലെ ഹാങ്ങിങ് കോഫിൻസ് കാണാൻ പോകണം കേട്ടോ. തൂക്കിയിട്ടിരിക്കുന്ന ശവക്കല്ലറ. വാവ്, ഉണ്ടോ? ഇത് കാണാനാണ് ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരം ആയി കേട്ടോ, ഇങ്ങനെ നടന്ന് പോകുന്നത്. എല്ലാം ഫിലിപ്പീൻസാണ് പറയണ്ട, നോ ഐഡിയ. അങ്ങനെ നമ്മൾ ശവക്കല്ലറയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇപ്പൊ ശവക്കല്ലറയായനെ, ശവമായനെ, ജസ്റ്റ് മിസ്. അയ്യോ, നല്ല പടികളെല്ലാം നല്ല ഭയങ്കര ഹൈറ്റ് കൂടിയ പടികളാണ് കേട്ടോ. ഭയങ്കര കരിങ്കല്ലെല്ലാം ചെയ്തിരിക്കുന്നതാ, ഫുള്ള് ഹൈറ്റ് കൂടിയ പടികളാണ്. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ശവക്കല്ലറ കാണാൻ വേണ്ടി പോവുകയാണ്. വെരി ട്രാഫിക്. നമ്മുടെ ഗൈഡ് ആണെങ്കിൽ എന്താ അപ്പുറത്ത് കണ്ടം വഴി ചാടി ഓടിക്കൊണ്ട് പോവുക, ഞങ്ങളെ ഇതുവഴി വിട്ടിട്ട്. ഷോർട്ട് കട്ട് ഉണ്ടോ? ഇതൊക്കെ കണ്ടോ, ഇത് ഫുള്ള് വലിയ മല കേട്ടോ. ഇതേപോലത്തെ മലയിലാണ് അവര് ശവക്കല്ലറിലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്.
ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി കയറാൻ തുടങ്ങി കേട്ടോ. സ്റ്റെപ്പ് വഴി കയറാനൊന്നും നടക്കത്തില്ല. പണ്ടേ അങ്ങനെയാണല്ലോ, നേരായിട്ടുള്ള വഴികൾ നമ്മൾ പോകാറില്ലല്ലോ. അയ്യോ മൈ ഗോഡ്, ബിഗ് ട്രാഫിക്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം എത്തി. They don't allow people to shout, so now it's silent valley. And within this valley there are lots of burial sites like that also. This is just the one we're showing you since it's the most accessible one, easiest to reach, but it's a little bit hard when you go back. Yeah, and then ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഗൈഡ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൂങ്ങിക്കിടക്കുന്ന ശവപ്പെട്ടികളും മൂർച്ചയുള്ള പാറക്കെട്ടുകളും ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യമുള്ള ഒരു എക്കോ വാലിയാണ് ഈ സഗാഡയിലെ ഈ സ്ഥലം. ഈ സ്ഥലത്ത് നിന്നും കൊണ്ട് നമ്മൾ ആർത്തു വിളിച്ചാൽ അത് പ്രതിധ്വനിക്കും കേട്ടോ. പക്ഷേ എന്നാൽ ഇവിടെ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഈ സ്ഥലം പൊതുവെ നിശബ്ദമായി സൂക്ഷിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത്. സഗാഡയിലെ ആളുകൾ ഒരു പ്രത്യേക ശവസംസ്കാര ചടങ്ങാണ് പിന്തുടർന്നിരുന്നത്. പ്രായമായവർ പൊള്ളയായ തടികളിൽ നിന്നും സ്വന്തം ശവപ്പെട്ടികളിൽ നിന്ന് അവരെന്ത് ചെയ്യും, കൊത്തിയെടുക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അവർ വളരെ ദുർബലരോ രോഗികളോ ആണെങ്കിൽ അവർക്ക് പകരം അവരുടെ കുടുംബാംഗങ്ങൾ ശവപ്പെട്ടികൾ തയ്യാറാക്കുമായിരുന്നു. മരണപ്പെടുന്നവരെ നിലത്ത് സ്ഥാപിക്കുന്നതിന് പകരം ചുമന്നുകൊണ്ടുപോയി ഗുഹകളിലോ പാറക്കെട്ടുകളുടെ മുഖത്തോ അവരവരുടെ പൂർവികരുടെ തൂങ്ങിക്കിടക്കുന്ന ശവപ്പെട്ടികൾക്ക് സമീപമോ തൂക്കുമായിരുന്നു. മരിച്ചവരെ ചുമക്കുന്നത് കുടുംബത്തിന് ഭാഗ്യവും അനുഗ്രഹങ്ങളും കഴിവുകളും കൈമാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതുപോലുള്ള ശവസംസ്കാരം നടത്താൻ എല്ലാവരും യോഗ്യരല്ല കേട്ടോ. അതിനൊരു പ്രത്യേക നിയമമൊക്കെ ഇവിടെ ഉണ്ട്. മരണപ്പെട്ട ആള് വിവാഹിതനായിരിക്കണം, പിന്നെ അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതേ നിയമം അനുസരിച്ച് ഇവിടെ അടക്കം ചെയ്യുകയുള്ളൂ. ഇഗോറോഡ് ജനതയുടെ സംസ്കാരത്തിന്റെ ഒരു സമ്പ്രദായമായിരുന്നു ഈ ശവസംസ്കാര രീതി കേട്ടോ. അതോടൊപ്പം തന്നെ വടക്കൻ ഫിലിപ്പൈൻസിലെ കോർഡിലേറ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനിലെ ആളുകൾ ഫോളോ ചെയ്തിരുന്ന ഒരു ആചാരം കൂടിയായിരുന്നു ഈ ശവസംസ്കാര രീതി. Okay, so during the burial proper, they first set up the coffins early in the morning. Then later on in the afternoon, let's say 1 o'clock onwards, they bring the corpse here just wrapped on his or her burial blanket. Then from the house up to this up to the burial site, what they do is they pass the corpse to each other, or they try to snatch it from each other, because they believe that when you get a drop from the fluid or from the blood from the dead person, through that you'll get luck. So yes, right to daw kayo, no? But 2010, they were unlucky. Yes, because there's still no lotto here. Hindi sila nakapagtaya, sayang. Ayan. So what else? Do you have any question regarding the hanging coffins? കുരിശൊക്കെ കാണുന്നുണ്ടോ? ഇത് ഈ പാറക്കെട്ടിൽ ആണി അടിച്ചിട്ട് അവർ ഫുള്ള് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫുള്ളി പാറക്കെട്ടിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ കുറച്ച് ഇതിലുള്ളൂ, ബാക്കിയുള്ളത് ഫുള്ള് ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട്. കുറേ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വ്യൂ. ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഈ ശവപ്പെട്ടികൾ കുറേയൊക്കെ കയറൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ചില ശവപ്പെട്ടികൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ്. മറ്റുള്ളവയ്ക്ക് ഏതാനും വർഷങ്ങൾ മാത്രം പഴക്കമുള്ളവയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മരിച്ച ആളുകളെ ഉയർന്ന ഭാഗത്ത് കിടത്തുന്ന തങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുമായി അടുപ്പിക്കുമെന്ന പഴമക്കാരുടെ വിശ്വാസത്തിൽ നിന്നാണ് ഈ തൂങ്ങിക്കിടക്കുന്ന ശവക്കല്ലറ ഉത്ഭവിക്കുന്നത് കേട്ടോ. 2010 എക്കോ വാലിയിൽ ഹാങ്ങിങ് ശവപ്പെട്ടികൾ സംസ്കാരം നടത്തുവാൻ ഏറ്റവും അവസാനമായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നിലവിൽ കാൽവരി ഹിൽ സെമിത്തേരിയിലാണ് ഏത് മരണം നടന്നാലും ശവസംസ്കാരം നടത്തുവാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. നീ ഇതെങ്ങോട്ട് ഇറങ്ങി പോവാ? അങ്ങനെ നമ്മൾ ഇറങ്ങിയ വഴികളെല്ലാം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാ ശവക്കല്ലറകളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം
ഇതാ മുകളിലോട്ട് കയറുക. Hambog pa kayo dagandagan kanina. ഇത് കുറേ ഉണ്ട് കേട്ടോ, കുറേ ദൂരം ഉണ്ട് നടന്ന് കയറാൻ. ഞങ്ങളങ്ങനെ നടന്ന് ഏകദേശം ഇനി മുകളിലെത്തി. ഇതിപ്പം സെമിത്തേരിയാണ്, കാൽവരി ഹിൽ സെമിത്തേരിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫുള്ള് ഓരോ മരണവും അടക്കം ചെയ്യുന്നത് ഇവിടെയാണ്. ഒത്തിരി കളറുകളൊക്കെ ഇവിടെയുണ്ട്. അവരിപ്പോൾ ഈ സെമിത്തേരിക്ക് അടുത്തൊക്കെ നടന്നു പോകാൻ വേണ്ടിയുള്ള നടപ്പാതകളൊക്കെ കല്ലൊക്കെ ഇട്ട് അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പിന്നെ ഓരോ കളറുടെ അടുത്തൊക്കെ അവർ ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുറ്റും പൈൻ മരങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അഗാധമായ താഴ്വരയും ചുണ്ണാമ്പുകൾ നിറഞ്ഞ പാറക്കെട്ടുകളാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് കേട്ടോ. സത്യം പറഞ്ഞതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ സന്ദർശിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.